അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള, അതായത് സബോർഡിനേറ്റ് മാത്രമാണ് സോളിസിറ്റർ ജനറൽ എങ്കിലും 2018 ഒക്ടോബർ മുതൽ തുഷാർ മേത്തയുടെ കൃത്യമായിട്ടുള്ള സേവനം, അതും അകമഴിഞ്ഞ തോതിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായി ദുരുപയോഗിക്കാൻ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അറിയാം എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് കൃത്യമായും സോളിസിറ്റർ ജനറലിനെ ഉപയോഗിച്ച് സുപ്രീം കോടതിയിൽ എങ്ങനെയാണോ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ ഹർജിയെ തടയാൻ വേണ്ടി ശ്രമിച്ചത്. സുപ്രീം കോടതി സോളിസിറ്റർ ജനറലിനെ നിരവധിയായ കാര്യങ്ങളിൽ തിരിച്ച് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് കുഴപ്പത്തിലാക്കിയിരുന്നു. നമുക്കറിയാവുന്നതുപോലെ സോളിസിറ്റർ ജനറൽ എന്ന പദവി ഭരണഘടനാപരമായിട്ടുള്ള ഒരു കാര്യമായി പൂർണ്ണമായി നിർവചിക്കാൻ കഴിയില്ല. ആർട്ടിക്കിൾ 76 പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പാർട്ടാണ് അറ്റോർണി ജനറൽ എങ്കിൽ സോളിസിറ്റർ ജനറലിന്റെ നിയമനം അങ്ങനെയല്ല. സോളിസിറ്റർ ജനറലിനെ നിയമിക്കുന്നത് അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ദി ക്യാബിനറ്റ് ആണ്. അത് ചെയർ ചെയ്തിരിക്കുന്ന, അതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട അംഗം ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. കാര്യം വളരെ ലളിതമാണ്. ഇവർ രണ്ടുപേരും അവരുടെ ഇഷ്ടത്തിനുള്ള രീതിയിലേക്ക് ഏത് രീതിയിലും വഴങ്ങുന്ന ഫ്ലെക്സിബിളായ ഒരു വ്യക്തിയെ, അവരുടെ കള്ളത്തരങ്ങൾ, അവരുടെ കൃത്യമായിട്ടുള്ള പകപോക്കൽ, അത് ആസൂത്രണം ചെയ്യാൻ എങ്ങനെയൊക്കെ നിയമപരമായി സഹായിക്കാം, അതാണ് ഇപ്പോൾ തുഷാർ മേത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തം. കാരണം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. 2014 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാലഘട്ടത്തിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. പി ചിദംബരം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ് അമിത്ഷായെ ജയിലിൽ അടയ്ക്കാനുള്ള ഉത്തരവുമായി വന്നത്. നോയയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ പുനരന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജികൾ നിരവധിയുണ്ട്. ഇതിലെല്ലാം സോളിസിറ്റർ ജനറൽ വളരെ കാര്യക്ഷമതയോടെ എന്തുകൊണ്ട് കൈകാര്യം ചെയ്യുന്നു എന്ന് വെച്ചാൽ അത്രയേറെ വേണ്ടപ്പെട്ട വ്യക്തിയാണ്. സ്വകാര്യ താല്പര്യങ്ങൾ, പ്രധാനമന്ത്രിയുടേതും ആഭ്യന്തരമന്ത്രിയുടെയും സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അറ്റോർണി ജനറൽ ആയിട്ടുള്ള വെങ്കടരാമണി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പാവയെ പോലെ ആ സ്ഥാനത്ത് ഇരിക്കുകയാണ്. ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ അവിടെ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹത്തിന്റെ നിയമനം 2022 ഒക്ടോബർ മാസം 1-ാം തീയതി ആയിരുന്നു. ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മുൻഗാമി എന്നത് കെ വേണുഗോപാലായിരുന്നു. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും തുഷാർ മേത്ത നടത്തുന്ന കപടവാദങ്ങളെ പൊളിച്ചെടുക്കുകയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് BR ഗവായ്. ഒരുപക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ EVM-മായി ബന്ധപ്പെട്ട തട്ടിപ്പുകളെ സംബന്ധിക്കുന്ന ഹർജി, അത് കേന്ദ്ര സർക്കാരിനെതിരായി തന്നെയാണ് ആ ഹർജി പ്രതിപക്ഷം സമർപ്പിക്കുന്നത്. അതിലും സോളിസിറ്റർ ജനറലിനെ കൃത്യമായി മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു നിയമ പോരാട്ടത്തിന് കേന്ദ്രം ഒരുങ്ങുമ്പോൾ സുപ്രീം കോടതി സോളിസിറ്റർ ജനറലിനെ മാറ്റണം എന്ന ആവശ്യവുമായി വരികയാണ്.